കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ഫിറ്റിങ് ശരിയാവില്ല. അതുകൊണ്ട് 2 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ കട്ടിങ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പം ചെയ്യുന്നത് പോലെ തന്നെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് താഴത്തു നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്, താഴെ ഭാഗം മടക്കി അടിക്കാനൊക്കെ വേണ്ടിയിട്ട് 1 ഇഞ്ച് മതിയാവും, പക്ഷെ ഞാൻ 1.5 ഇഞ്ച് എപ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇനി ആ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ട് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണം. അപ്പോൾ ടോട്ടൽ 11 ഇഞ്ചാണ് ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫോൾഡ് വന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ആം ഹോളും 4.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ലൈനിലേക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ പാവയുടെ തടിക്കനുസരിച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 6 ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ആവറേജ് ബേബീൻ്റെ വെയ്റ്റിന് പറ്റിയതായിരിക്കും. ഇതിപ്പം വാവ കുറച്ച് മെലിഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ 5.5 ഇട്ട് കൊടുത്തത്. താഴത്തേക്ക് അതിൻ്റെ അന്നൊരു 4 ഇഞ്ച് മാത്രം മൈനസ് ചെയ്തിട്ടാണ് താഴത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആം ഹോളൊന്ന് ജസ്റ്റ് കർവ് ചെയ്ത് വരച്ചു കൊടുത്തു. ഇനി നെക്ക് വിടുത്ത് നമുക്ക് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ച് പോകുമല്ലോ, അപ്പോൾ 3.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ടൈ ആണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ബാക്ക് നെക്ക് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഏകദേശം ഈ ഫ്രണ്ട് നെക്കിൻ്റെ അതുപോലെ തന്നെയാണ് എടുത്തിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യുന്നില്ല, നെക്ക് പിന്നെ കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഷോൾഡറിലൂടെ കട്ട് ചെയ്ത് ആം ഹോളും പിന്നെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ആ മാർക്കിങ്ങും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ഒരു ഭാഗം അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രണ്ട് ഭാഗത്തിലേക്കുള്ള ആ നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ആം ഹോളും ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ട് എടുത്തിട്ട് ഫ്രണ്ട് പാർട്ട് അതിന് മുകളിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് വെടുത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ടിയിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാക്കിൽ ടൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് വിടുത്തന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.25 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ്, ഉള്ളിലേക്കല്ല പുറത്തേക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതേ അളവ് തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് നെക്ക് മറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്ത് പിന്നൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ. അതായത് നമ്മളിപ്പം ആം ഹോളൊക്കെ ഈ ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഫിനിഷ് ചെയ്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ സൈഡും കൂടി അങ്ങ് ഫിനിഷ് ചെയ്യും. അതാവുമ്പം തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ല, ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ 1/2 ഇഞ്ച് എല്ലായിടത്തും ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പം സ്റ്റിച്ചിങ് ഒന്നും തെറ്റിപ്പോകുന്നില്ല. അപ്പോൾ എല്ലായിടത്തും 1/2 ഇഞ്ച് നെക്കിനും ആം ഹോളിനും പിന്നെ നമ്മുടെ ആ ഒരു സൈഡിലും ഒക്കെ. പക്ഷേ സൈഡിൽ 1/2 ഇഞ്ചൊന്നും വേണ്ട, ഒരു 1/4 ഇഞ്ചിൻ്റെ താഴത്ത് മതി. ഒരു പോയിൻറ്റിൽ നമുക്ക് ആ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ജോയിൻ്റ് ആയിട്ട് വരുന്ന രീതിക്ക് അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നെക്കിൻ്റെ ആ ഭാഗത്ത് വന്ന എക്സ്ട്രാ പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് ഇതങ്ങ് മറിച്ചിട്ടെടുക്കാം. എന്നിട്ടൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് എഡ്ജസൊക്കെ നല്ല പോയിൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് കുത്തി കൊടുത്തിട്ടൊക്കെ ഇതെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് പാർട്ട് എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആം ഹോളിനൊക്കെ 1/2 ഇഞ്ച് വെച്ചിട്ട്
മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഫ്രണ്ടിൻ്റെ ആ ഒരു പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ആ ഫ്രണ്ടിൻ്റെ ആ ഷോൾഡർ ഭാഗത്തെ വിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കിട്ടണം എന്നുള്ള രീതിക്ക് അത് വെച്ച് കൊടുത്തിട്ടൊക്കെ നെക്ക് നമുക്ക് കുറച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ ആം ഹോളും നമ്മുടെ സൈഡ് ജോയിൻറ്റ് വരുന്ന ആ ഭാഗവും ഈ ഒരു നെക്കിൻ്റെ ഭാഗം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ആ ഒരു ബാക്കിൽ ഡോറി വെക്കണ്ടേ, ആ ഡോറി വെക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോ ഡോറിയും വെച്ച് കൊടുത്തിട്ടുള്ളത്. ഡോറിയല്ല, ലൂപ്പ്, അതിനങ്ങനെ എന്തോന്ന് പറയാം, ശരിക്കും പറയാമെന്നറിയില്ലേ. അപ്പോൾ നമ്മൾ എത്ര ഗ്യാപ്പിലാണെന്ന് നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഞാനിവിടെ ചെറിയ ചെറിയ ലൂപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ലൂപ്പിൻ്റെ ഒരു റാ പോലെ വെച്ചിട്ട് അത് ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് നമുക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമേ. ഇതുപോലെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് വരിക. സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ലൂപ്പ് എല്ലാം ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്കൊരു 1/2 ഇഞ്ച് ഇത് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മുടെ ഈ ഒരു ലൂപ്പ് എൻഡ് ചെയ്യുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്ന എക്സ്ട്രാ ഒരു ഫാബ്രിക് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇത് മറിച്ചിടുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ഷോൾഡറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ ആ ഷോൾഡറിൻ്റെ ഭാഗവും നമുക്ക് നല്ല ഫിനിഷിങ് തന്നെ കിട്ടും. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്ത് രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിക്കാണ് നമ്മളിതിങ്ങനെ കയറ്റി കൊടുക്കേണ്ടത്. അതും ഭാഗം മാറിപ്പോകാൻ പാടില്ല. ആംഹോൾ രണ്ടും ഒരേ സൈഡിലേക്ക് തന്നെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം അത് നമുക്കിങ്ങനെ എടുത്താൽ ഈ മുകളിലേക്ക് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ കിട്ടും. എന്നിട്ട് അത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ മാത്രമേ മറ്റേത് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ, കാരണം ഇങ്ങനെ ചുളിഞ്ഞിട്ടിരിക്കും. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്കതൊന്ന് മറിച്ചിട്ട് നോക്കാം കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയത്. എന്നിട്ടാകുമ്പോൾ നമുക്ക് എന്താക്കാം, അടുത്ത ഭാഗം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സിന് ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 നീളത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. അതായത് നമ്മുടെ ആ ഒരു ഷോൾഡർ വിഡ്ത്തിനെക്കാട്ടിയും 2 സൈഡിലേക്കും കുറച്ച് അധികമായിട്ട് നിൽക്കണം. ഞാനിപ്പോൾ ഒറ്റ ലെയർ മാത്രമേ ഫ്രിൽസ് കൊടുക്കുന്നുള്ളൂ. ഫ്രിൽസ് കുറച്ചും കൂടി അധികം വേണമെങ്കിൽ 1/2 മീറ്റർ തുണിക്ക് പകരം ഒരു 3/4 മീറ്റർ തുണി നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസായിട്ട് അത് നടുവിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഫ്രിൽസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഈ ഒരു ഷോൾഡറിൽ വെച്ച് കൊടുക്കാം. ഷോൾഡർ വെക്കുമ്പം നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ 5.5 ഇഞ്ച്, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇത് ഫിറ്റാക്കി കൊടുക്കുന്നത്. ആ ആം ഹോളിന് കണക്കാക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം വരുമ്പം കറക്റ്റ് സെൻറ്ററിലൂടെ സ്റ്റിച്ച് പോവും. ബാക്കി 2 ആം ഹോളിലേക്ക് വരുമ്പം നമ്മൾ ആ ഒരു നടുക്കത്തെ സ്റ്റിച്ചിൽ നമ്മളിപ്പോൾ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടെടുത്ത ആ ഒരു സ്റ്റിച്ച് ഇതിലൂടെ ആം ഹോളിൻ്റെ സൈഡിലൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുക, ഇത് അത്ര വലിയ പണിയിലെ ഫ്രോക്കൊന്നുമല്ല. അപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര വരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽ ഇനി ചെയ്യണമെങ്കിലൊക്കെ കമൻറ്റും കൂടി ചെയ്തേക്കണേ. ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു സ്കാലപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ക്യാൻവാസ് ഒന്നും കട്ട് ചെയ്യുന്നില്ല, നമ്മുടെ ലൈനിങ്ങിൻ്റെ അതിൻ്റെ തന്നെയാണ് നമ്മൾ സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ലൈനിങ് 2 എണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് സ്റ്റിഫായിട്ട് നിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ വീതിക്കനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ നമുക്ക് ഇഷ്ടമുള്ള അളവിന് ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ വരക്കാം. നമുക്ക് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 10.5 ലെങ്ത്ത് വേണ്ടുന്നത്. ഷോൾഡറിൽ നിന്ന് 10.5 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സ്കാലപ്പിൻ്റെ
ആ ഒരു കൂർത്ത ഭാഗം വരുന്നില്ലേ, ആ ഭാഗം നമുക്ക് 10.5 ഇഞ്ചിൽ നിൽക്കുന്ന രീതിക്ക് നല്ല നമ്മുടെ തുണീൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു ഇപ്പം മാർക്ക് ചെയ്തെടുത്ത ആ ഒരു ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഞാൻ വരച്ച ആദ്യം ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചത്. അപ്പോൾ അതൊരു ഷേപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് വരച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്താണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എക്സ്ട്രാ വന്ന ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. നല്ല നീറ്റായിട്ട് തന്നെ കട്ടിട്ട് കൊടുക്കണം, എന്നെങ്കിൽ തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഞാൻ കട്ടിട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ആ ഒരു മുകൾ ഭാഗത്ത് ഉൾവശത്ത് വരുന്ന ആ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് മടക്കി അടിച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതാ ഫ്രണ്ട് ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അളവിൽ നമ്മുടെ ബാക്ക് വശവും കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തത് കുറച്ച് ലെങ്ത്ത് അധികമായിപ്പോയിനെ, കാരണം നമ്മുടെ ആ ഒരു സ്കാലപ്പ് എൻഡിൽ നിന്ന് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാക്ക് വശമാണ് കുറച്ച് താന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു അടിവും കൂടി മടക്കിയതിന് ശേഷമാണ് സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ അതാ കണ്ട നമ്മുടെ ടോപ്പ് ഇവിടെ റെഡിയായി. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ഡോറി ഇട്ട് കൊടുക്കാം. ഡോറി നമുക്ക് 6 ആയിട്ട് ഓരോ ലൂപ്പിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ താഴെ ചെറിയൊരു ടെസലും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു ടോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഈസിയാണ്. ഇപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.